ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് വിഷയമെന്ന് വെച്ചാൽ നമ്മൾ രാവണനെ പോലും അതിസമ്പന്നനാക്കിയ ഒരു അത്ഭുത ശിവമന്ത്രത്തെ പറ്റിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ശിവമന്ത്രം എന്ന് വെച്ചാൽ അത് ശിവഭഗവാന്റെ മന്ത്രമെന്ന് പറയാൻ പറ്റത്തില്ല, അത് ദേവിയെ ഉൾപ്പെടുത്തിയുള്ള ഒരു മന്ത്രമാണ്. അപ്പോൾ ആ മന്ത്രം ജപിക്കുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മൾ ശിവഭഗവാനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ സങ്കല്പിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. കാര്യം രാവണൻ്റെ ഇഷ്ടമൂർത്തിയാണ് ശിവഭഗവാൻ. അദ്ദേഹത്തിന് രാവണൻ നമ്മുടെ ഭഗവാന് വേണ്ടി ഒരു സ്വർണ്ണ കൊട്ടാരം തന്നെ പണിഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ കുറേ ഐതിഹ്യങ്ങളുണ്ട്. അത്രയും ഇഷ്ടമാണ് രാവണന് ഭഗവാനെ. അപ്പം രാവണൻ്റെ എന്തൊരു നല്ല കാര്യങ്ങൾക്കും എന്തിനും അദ്ദേഹം ഫസ്റ്റിലെ ശിവഭഗവാനെയാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ശിവഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ളത് സ്വർണത്തിനോടോ അല്ലെങ്കിൽ വെള്ളിയോടോ അങ്ങനെയുള്ള ഒരു ഇഷ്ടങ്ങളും അദ്ദേഹത്തിനില്ല. അദ്ദേഹം എന്ന് പറയുന്നത് തീർത്തുന്ന ഒരു തരം വെള്ളമുണ്ടെങ്കിൽ ആ ജലധാരയിൽ പോലും എത്രയും പെട്ടെന്ന് ഭഗവാൻ സംപ്രീതനാകും ഒരു ഭക്തൻ്റെ മുന്നിൽ. അതായത് ഭക്തൻ്റെ മനസ്സാണ് ഭഗവാൻ അവിടെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സർപ്പിച്ച് ഭഗവാന് ഒരു ജലധാര, അതാണ് ഉദ്ദേശിച്ചത്, ജലധാര നടത്തിയാൽ പോലും ഭഗവാൻ അതിൽ സംപ്രീതനാണ്. അപ്പോൾ ആ ഭഗവാനെയാണ് രാവണൻ വിളിച്ചിരുന്നത്. അപ്പം അങ്ങനെയുള്ള ഭഗവാനെ സ്തുതിക്കും. ഭഗവാന്റെ വേണ്ടി ഉള്ള ഒരു മന്ത്രമാണ്. ഭഗവാനെ സംപ്രീതനാക്കിക്കൊണ്ടാണ് ഈ മന്ത്രം നമ്മൾ ജപിക്കേണ്ടത്. അതിന് നമ്മൾ ഭഗവാനെ നിസ്വാർത്ഥ ഭക്തിയോടെ ജപിക്കുക. അതായത് ശിവഭഗവാന് ഈ മന്ത്രം 41 ദിവസം നമ്മൾ ജപിക്കണം. ഫലം ഉറപ്പാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് സമ്പത്ത്, അതായത് ഭൗതിക ആവശ്യങ്ങൾക്ക് നമുക്ക് പണം അത്യാവശ്യമാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും പൈസ, അതായത് സമ്പത്ത് അത്യാവശ്യമാണ്. അപ്പോൾ സമ്പത്ത് ഇപ്പോൾ ഉള്ളതിൽ നിന്നൊക്കെ ഇപ്പം മെച്ചപ്പെടാം. അല്പം നല്ല അതിസമ്പന്ന യോഗം തന്നെ നമുക്ക് വരും. ഈ മന്ത്രം ജപിച്ചാൽ അത് ഹിതശുദ്ധിയോടെ ചെയ്യാവുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല എങ്കിൽ അല്ലാതെ തന്നെയും നമുക്ക് ജപിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അത് ഒരു 41 ദിവസം, അതായത് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ അവർക്ക് അങ്ങനെ പറ്റാതെ വരും. അങ്ങനെ പറ്റാതെ വരുന്ന ദിവസങ്ങളിൽ അവർ ആ 8 ദിവസം അവർ കട്ട് ചെയ്തിട്ട് പിന്നീടത് കാൽക്കുലേറ്റ് ചെയ്ത് അത് ജപിക്കാവുന്നതാണ്. അപ്പോൾ ഈ മന്ത്രം ജപിക്കുന്നതിന് മുന്നായിട്ട് തന്നെ ശിവഭഗവാനെ ആ ദിവസം, അത് നമ്മൾ ജപിക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസം പ്രഭാതത്തിൽ ഏതാണ്ട് ഒരു 8 മണിക്ക് മുന്നായിട്ട് തന്നെ ഇത് ജപിക്കാൻ ശ്രദ്ധിക്കുക. രാവിലെ 6 മണി 6:30 7 മണിക്കകം ഇരിക്കാൻ നോക്കുക. ആ ദിവസം രാവിലെ സ്നാനം ചെയ്ത് വിളക്ക് വെച്ച് ഭഗവാന്റെ ചിത്രമുണ്ടെങ്കിൽ അത് വയ്ക്കാം. അതില്ല എങ്കിൽ നമ്മുടെ അടുത്ത ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി ഭഗവാൻ ഒരു ജലധാര നടത്തിയതിന് ശേഷം ഈ മന്ത്രം നമുക്ക് വിളക്ക് കത്തിച്ച് അതിന് മുന്നിലിരുന്ന് 108 പ്രാവശ്യം ശിവമന്ത്രം, അതായത് ഓം നമ ശിവായ എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിക്കണം. ജപിച്ചതിന് ശേഷം വേണം ഈ മന്ത്രം, പറയാൻ പോകുന്ന ഈ മന്ത്രം ജപിക്കാൻ. ആ മന്ത്രം ഇതാണ്: ഓം സരസ്വതി ഈശ്വരി ഭഗവതി മാതാ ക്രാം ക്രീം ക്രോം മമ ധൻ ദേഹി ഫട് സ്വാഹ. ഓം, എന്നോട് പറയാം, ഓം സരസ്വതി ഈശ്വരി ഭഗവതി മാതാ ക്രാം ക്രീം ക്രോം മമ ധൻ ദേഹി ഫട് സ്വാഹ.